ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് കാണുന്നത് സോഡ ടോണിൽ ആനിമിയുടെ സീസൺ 1 6ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാത്തവരുണ്ടാവും. അവരൊന്ന് വീഡിയോ ലൈക്ക്. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ചുവന്ന മുടി എത്തി കിറിറ്റോന്റെയും സിലിക്കയുടെ മുന്നിൽ വന്നിട്ട് ചോദിക്കുകയാണ് അവരുടെ അടുത്തുള്ള പൂ തരാൻ വേണ്ടി. ആ സമയത്ത് കിറിറ്റോ പറയാണ് ഒരിക്കലും ഞങ്ങൾ തരില്ലാന്ന്. അങ്ങനെ അപ്പൊ അവൾ ചോദിക്കാണ്, ഓഹോ അങ്ങനെയാണെന്ന് പറഞ്ഞ് അവളുടെ കൈ നൊടിക്കാണ്. ആ സമയത്ത് അങ്ങോട്ടേക്ക് കുറെ പേര് വരാണ്. അവരിത്ര നേരം അവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു. ആ സമയത്ത് സിൽക്ക് നമുക്ക് ഇവിടുന്ന് പോയാലെന്ന്. അപ്പൊ ക്രിയേറ്റ് പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞ് അവന്റെ ആ സോഡ് എടുക്കുകയാണ്. അവരെ ചോദിക്കാണ് ഇതാ ബ്ലാക്ക് സോഡ്സ് മാൻ അല്ലേന്ന്. ആ സമയത്ത് ആ ചുവന്ന മുടി പറയാണ് ഒരിക്കലും ഇല്ല, ഇവനൊന്നും ആയിരിക്കില്ല ആ ബ്ലാക്ക് സോഡ്സ് മാൻ. അദ്ദേഹത്തിന് ഭയങ്കര പവേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണെന്ന് പറയാണ്. ഇവനെ എനിക്കറിയാം, ഇവൻ ആ ക്ലിയറിംഗ് ഗ്രൂപ്പിലുള്ള സാധാരണ മെമ്പറാണെന്ന് റൊസാലിയും പറയണേ. അങ്ങനെ അവളുടെ കൂടുതലുള്ള എല്ലാവരോടും അവന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പറയണേ. അവനാണെങ്കിൽ ആ സോഡ് എടുത്ത് മുന്നോട്ടേക്ക് വരാണ്. അങ്ങനെ അവിടെ എല്ലാവരും അവരുടെ കയ്യിലുള്ള ഓരോ വെപ്പൺസ് ആയിട്ട് എടുത്ത് അവന്റെ നേരെ ആ പവേഴ്സ്, അതായത് സോഡ്സ് ആർട്ട് ഉപയോഗിച്ച് അവന്റെ നേരെ വരികയാണ്. അങ്ങനെയാണ് ചറബറ അടിക്കുകയാണ്. പക്ഷെ അവനൊന്നും പറ്റാത്തതുപോലെ ഞാൻ അവനെ സേവ് ചെയ്യണമെന്ന് പറഞ്ഞ് സിലിക്ക അവളുടെ സോഡ് എടുക്കാൻ നിൽക്കുകയാണ്. പക്ഷെ അവൾ നോക്കുന്ന സമയത്ത് കിറിറ്റോന്റെ ചിപ്പി കുറയും അപ്പൊ തന്നെ ഫുള്ളാവും, കുറയും അപ്പൊ തന്നെ ഫുള്ളാവും. ഇതെന്താണ് സംഭവം എന്ന് അവൾക്കും മനസ്സിലാവണില്ല. അങ്ങനെ അവന്റെ കൂടെ ഫൈറ്റ് ചെയ്തെന്നൊക്കെ ഇപ്പൊ തളരുകയാണ്. ആ സമയത്ത് കിറിറ്റോ ഒരു കാര്യം പറയാണ്, എന്റെ ലെവല് 78, എന്റെ HP 14,800. നിങ്ങൾ എന്നെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഓരോ 10 സെക്കൻഡിലും എന്റെ 400 HP വീതം കുറയും. അതുപോലെ തന്നെ എന്റെ HP റീജനറേഷൻ സ്കില്ല് 600 HP 10 സെക്കൻഡിൽ കൂടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെ ഈ ജീവിതകാലം മുഴുവൻ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നാലും എനിക്കൊന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ ഒരിക്കലും മരണപ്പെടില്ല എന്ന് പറയാണ്. നിങ്ങൾ ഇപ്പോ പേടിച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയണ്ടെന്ന് പറഞ്ഞ് അവൻ്റെ അടുത്തുള്ള ഒരു സ്പെഷ്യൽ ക്രിസ്റ്റൽ കാണിച്ചു കൊടുക്കാണ്. അവൻ പറയണേ ഇത് സ്പെഷ്യൽ ബീറ്റ ടെസ്റ്റേഴ്സിനും എക്സ് ബീറ്റ ടെസ്റ്റേഴ്സിനും മാത്രമേ ഉണ്ടാവുള്ളൂ, അതും സാധാരണ ആയിട്ടുള്ളവർക്ക് കിട്ടില്ല. ഒരു MMORPG ബെസ്റ്റ് പ്ലെയർ സിസ്റ്റത്തിനും ഉള്ള മാത്രം ഒരു ടെലിപ്പോർട്ടിംഗ് മിസ്സിലാണ്. അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ച് എനിക്ക് നിങ്ങളെല്ലാവരും ജയിലിലടക്കാൻ വേണ്ടിയുള്ള റൈറ്റ്സും ഉണ്ട്. ആ സമയത്ത് റൊസാലിയ പറയാണ്, നീ എങ്ങാനും എന്നെ അറ്റാക്ക് ചെയ്താൽ നിന്റെ ആ ഗ്രീൻ ഇൻഡിക്കേറ്റർ ഓറഞ്ച് ആവുന്ന്. ആ സമയത്ത് കിറിട്ടാണെങ്കിൽ അവന്റെ സോഡ് നേരെ അവളുടെ കഴുത്തിൽ വെക്കാണ്. അങ്ങനെ അവള് ഒന്നും ചെയ്യാൻ പറ്റാതെ അവിടെ അനങ്ങാതെ നിൽക്കാണ്. ആ ഷോക്കില് റൊസാലിയെ കിറിറ്റോ അങ്ങ് തീർത്ത് കളയാണ്. തിരിച്ച് റൂമിലെത്തിയപ്പോ സിലിക്ക അവനോട് ചോദിക്കാണ്, നീ എന്തിനാണ് അത്ര ക്രൂവലായത്? ഞാൻ ഒരു നല്ല പേഴ്സൺ ആണെന്ന് വിചാരിച്ചിരുന്നെന്ന് പറയാണ്. ആ സമയത്ത് കിറിറ്റോ പറയാണ് അവൾ അത് തന്നെയാണ് അർഹിച്ചിരുന്നതെന്ന്. അങ്ങനെ കിറിറ്റോ അവളോട് അവളുടെ ആ ബേർഡിന്റെ ഹാർട്ടിന്റെ ആ ഭാഗത്തുള്ള ഫെദറും അതുപോലെ തന്നെ ആ പൂവ് എടുക്കാൻ പറയാണ്. അങ്ങനെ അവൾ ആ ഫെദർ എടുത്ത് ആ പൂവിലുള്ള ആ എസെൻസ് പോലത്തെ സംഭവം അതിലേക്ക് ഒഴിക്കുകയാണ്. ആ സമയത്ത് അവിടെ ഭയങ്കര അധികം പ്രകാശം വരികയാണ്. ഇവിടെ വെച്ച് ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഈ എപ്പിസോഡ് അത്യാവശ്യം ചെറിയൊരു എപ്പിസോഡായിരുന്നു. കാരണം ഇത് 4ാമത്തെ എപ്പിസോഡിന്റെ പാർട്ട് 2 അല്ല, 5ാമത്തെ എപ്പിസോഡിന്റെ പാർട്ട് 2 ആയിരുന്നു. 5ാമത്തെ എപ്പിസോഡ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ എപ്പിസോഡും കൂടി ബാക്കി ചെയ്തിട്ടുള്ളത്. ഇത് വളരെ ഒരു ചെറിയ എപ്പിസോഡായിരുന്നെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.